ജോർജ് ഓണക്കൂർ സർ, ഡോക്ടർ രാജശേഖരൻ നായർ സർ, ശ്രീ നമ്മളെ ഇവിടെ ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്ന ശ്രീ കെ ജയകുമാർ IAS. ഈ ചടങ്ങിന് പൊലിമയും നിറവും നൽകി ഞങ്ങളുടെ സംരംഭങ്ങൾക്ക് എല്ലാ പ്രോത്സാഹനവും നൽകി പോരുന്ന സദസ്സിലിരിക്കുന്ന ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, മാധ്യമപ്രവർത്തകർ എല്ലാവർക്കും നമസ്കാരം. നമുക്കെല്ലാവർക്കും അഭിമാനവും ചാരിതാർത്ഥ്യവും നൽകുന്ന ഒരു അമൂല്യ സന്ദർഭമാണിത്. ശ്രീ ശൂരനാട് കുഞ്ഞൻപിള്ളയുടെ ഹൃദയാർപ്പണം എന്ന കവിതാ സമാഹാരത്തിൻ്റെ ഡിജിറ്റൽ പുനർജന്മം ആണ് ഇന്ന് സാക്ഷാത്കരിക്കപ്പെട്ടത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കുടുംബത്തിൽ പുതുതായി ഒരു കുട്ടി ജനിക്കുമ്പോൾ അതിനെ എത്ര സ്നേഹത്തോടെ താലോലിക്കുന്നോ അത്രയും സ്നേഹമാണ് ഈ പുസ്തകത്തിനോടുള്ളത്, ഇതിൻ്റെ ഡിജിറ്റൽ വേർഷനോടുള്ളത്. പിന്നെ അപ്പൂപ്പനെ കുറിച്ച് പറയുകയാണെങ്കിൽ അസാധാരണ പാടവമുള്ള നിഘണ്ടുകർത്താവ്, ഭാഷാ പണ്ഡിതൻ, ചിന്തകൻ, മലയാള ഭാഷയെ മാത്രമല്ല നമ്മുടെ സംസ്ഥാനത്തിലെ ഭാഷാ, ശാസ്ത്ര, സാംസ്കാരിക പഠനങ്ങളെയും എല്ലാം സ്വന്തം രചനകൾ കൊണ്ട് സമ്പുഷ്ടനാക്കിയ അതുല്യ പ്രതിഭ. ഈ നിലകളിലെല്ലാമാണ് ശ്രീ ശൂരനാട് കുഞ്ഞൻപിള്ളയെ നാം എല്ലാം അറിയുന്നത്. എന്നാൽ അതിനെല്ലാം അപ്പുറം അദ്ദേഹം ഒരു കവിയുമായിരുന്നു. ഹൃദയത്തിൻ്റെ ഭാഷയിൽ കവിത എഴുതിയിരുന്ന, സഹജീവികളുമായി താദാത്മ്യം പ്രാപിച്ചിരുന്ന, ഈ ലോകത്തിൻ്റെ ഗതിവിഗതികളെക്കുറിച്ച് കൂലംകഷമായി ചിന്തിച്ച് താൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൻ്റെ അസ്വാസ്ഥ്യത്തിൽ പതറിയിരുന്ന, ശാന്തിക്ക് വേണ്ടി അത്യാകാംക്ഷ പ്രദർശിപ്പിച്ചിരുന്ന സഹൃദയനായ ഒരു കവി. പക്ഷെ അപ്പൂപ്പൻ ജീവിച്ചിരുന്നപ്പോൾ ഇതെനിക്ക് അറിയാമായിരുന്നു എന്ന് ചോദിച്ചാൽ ഇല്ലായിരുന്നു എന്ന് വേണം പറയാൻ. ഇൻഫാക്ട് ഒരിക്കൽ അപ്പൂപ്പനോട് ചോദിച്ചിട്ടുണ്ട്, അപ്പൂപ്പൻ കവിയാണോ എന്ന് വെച്ചാൽ അപ്പൂപ്പൻ പണ്ഡിതനാണ് എന്നൊക്കെ ആ ഒരു പരിവേഷത്തിലാണ് ഞങ്ങൾ കണ്ടിരുന്നത്. ഞങ്ങൾക്ക് അപ്പൂപ്പൻ്റെ ഈ വശത്തെക്കുറിച്ച് അറിഞ്ഞുകൂടാ. അറിഞ്ഞത് എപ്പോഴാണ് എന്ന് വരുന്ന ഇതിൽ പറയാം. ഈ കവിത, അതായത് ഈ ഹൃദയാർപ്പണം എന്നുള്ള ഈ പുസ്തകം തന്നെ ഞങ്ങൾ ഡിജിറ്റലാക്കാനും പിന്നെ അതിനെ ഡിജിറ്റൽ വേർഷനിൽ ഇറക്കാനും പ്രത്യേക കാരണങ്ങളുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഡിജിറ്റൽ അവതാരം? ഇത് ഡിജിറ്റൽ യുഗമാണ്. ഇന്ത്യയിലും ലോകം ഒട്ടുക്കുമുള്ള ലൈബ്രറികളും വായനശാലകളും യൂണിവേഴ്സിറ്റികളും എല്ലാം തങ്ങളുടെ പുസ്തക ശേഖരങ്ങൾ ഡിജിറ്റൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പുതിയ തലമുറയെ ഏകദേശം പൂർണ്ണമായി തന്നെ ബുക്കുകളും ഇൻ്ററാക്റ്റീവ് ആപ്ലിക്കേഷനുകളുമാണ് വായനയുടെ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അവരാരും പിന്നെ പ്രിൻ്റ് ബുക്സ് വായിക്കാൻ പ്രിഫർ ചെയ്യുന്നില്ല. അവർക്കെല്ലാം ഡിജിറ്റൽ നോക്കാനാണ് ഇഷ്ടം. നമ്മുടെ കുഞ്ഞുങ്ങൾ അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറിക്കഴിഞ്ഞ ഡിജിറ്റൽ ഡിവൈസുകളിലൂടെ പുസ്തകങ്ങളുടെ പുതിയ രൂപങ്ങളിലേക്ക് വന്നിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ ജൂൺ 15 വായനാ ദിനമായിരുന്നല്ലോ. അതിനോടനുബന്ധിച്ച് നടത്തിയ പല പഠനങ്ങളും കണ്ടെത്തിയതും ഇത് തന്നെ. അച്ചടിച്ചു വരുന്ന പേജുകൾ സൃഷ്ടിക്കുന്ന പരിമിതികൾക്കപ്പുറം അനുഭവവേദ്യമാകേണ്ട, കാലഹരണപ്പെടാത്ത മൂല്യം ശൂരനാട് കുഞ്ഞൻപിള്ളയുടെ കൃതികൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഹൃദയാർപ്പണം ബുക്കായി പ്രസിദ്ധപ്പെടുത്താൻ സാധിച്ചതിൽ ഞങ്ങൾ അതീവ സന്തുഷ്ടരാണ്. ഇതുവഴി എന്ത് നേടിയെന്ന് ചോദിച്ചാൽ പാരമ്പര്യം, ടെക്നോളജി, ഗ്രന്ഥകർത്താവിനുള്ള ആദരവ്, പുസ്തകത്തിൻ്റെ അനായാസമായ ലഭ്യത എന്നിവയെല്ലാം ഒത്തുചേർന്നിരിക്കുകയാണ്. ഈ ശ്രമം കൂടുതൽ വിപുലമായ ഒരു ദൗത്യത്തിൻ്റെ ഭാഗമാണ്. അതായത് സ്ഥായിത്വം, സുലഭ്യത എന്നിവ ഉറപ്പുവരുത്തുന്ന ഫോർമാറ്റുകളിൽ ശ്രീ ശൂരനാട് കുഞ്ഞൻപിള്ളയുടെ കൃതികൾ സംരക്ഷിക്കുകയും ലഭ്യമാക്കുകയും ചെയ്യുക. ഇതുവഴി ലോകമെമ്പാടുമുള്ള സഹൃദയരായ വായനക്കാർക്കും ഗവേഷകർക്കും ഏത് സമയവും ഏത് ഡിവൈസിൽ വേണമെങ്കിലും ഈ പുസ്തകം വായിക്കാം. മാത്രമല്ല, ഫൗണ്ടേഷൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അക്കാദമിക രംഗത്ത് പ്രവർത്തിക്കുന്ന പലരുമായുള്ള ചർച്ചകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഡിജിറ്റൽ പ്രസിദ്ധീകരണങ്ങളായിരിക്കും നല്ലത് എന്നാണ്. എന്തുകൊണ്ട് ഈ പുസ്തകം തിരഞ്ഞെടുത്തു എന്നാണെങ്കിൽ അതിന് പ്രധാനപ്പെട്ട 2 കാരണങ്ങളാണ് ഉള്ളത്. ഒന്ന്, ഇത് അദ്ദേഹം ഹൃദയത്തോട് ചേർത്ത് വെച്ച ഒരു പുസ്തകമാണ്. അത് മനസ്സിലാക്കിയത് എങ്ങനെയെന്ന് വെച്ചാൽ, ഇതിലെ ആത്മഗീത എന്ന കവിത ഇംഗ്ലീഷിൽ പ്രസിദ്ധീകരിക്കാൻ അദ്ദേഹം ആവശ്യപ്പെടുകയും
ഞാനത് വിവർത്തനം ചെയ്യുകയും ഉണ്ടായി. ചെയ്ത വിവർത്തനം അദ്ദേഹം കണ്ടു, വളരെ ഇഷ്ടപ്പെട്ടു. പക്ഷേ അത് പ്രസിദ്ധീകരിച്ചു വന്നപ്പോഴേക്കും അദ്ദേഹം നമ്മെ വിട്ടുപോയിരുന്നു. ആ വിവർത്തനം കേരള സാഹിത്യ അക്കാദമിയുടെ മലയാളം ലിറ്റററി സർവേയുടെ 1995 ജൂലൈ സെപ്റ്റംബർ ലക്കത്തിൽ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ഈ കൃതിയിലെ മറ്റു കവിതകളും മൊഴി മാറ്റാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. വിവർത്തനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ആവശ്യകതയെക്കുറിച്ചും അദ്ദേഹം സൂചിപ്പിക്കുകയും ഉണ്ടായിട്ടുണ്ട്. രണ്ടാമത്തെ കാരണം, ഇതൊരു താരതമ്യേന ചെറിയ പുസ്തകമായതുകൊണ്ട് ഡിജിറ്റൈസേഷൻ സംബന്ധിച്ച് വരാവുന്ന വെല്ലുവിളികൾ കുറച്ചുകൂടി സുഗമമായി കൈകാര്യം ചെയ്യാൻ സഹായകമാവുമെന്ന് ഞങ്ങൾക്ക് തോന്നി. എന്നു വെച്ചാൽ ഇത്രയും പഴയ പുസ്തകം സ്കാൻ ചെയ്യുമ്പോൾ വരാവുന്ന പ്രശ്നങ്ങൾ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളും വായിക്കാൻ ഉതകുന്ന രീതിയിൽ ഫോണ്ടും മറ്റും തിരഞ്ഞെടുക്കലും ക്രമീകരിക്കലും, ഇങ്ങനെ ഏത് പ്രോജക്റ്റും തുടക്കത്തിൽ മുന്നോട്ട് വയ്ക്കുന്ന പ്രതിബന്ധങ്ങൾ എന്നിവയെല്ലാം മറികടന്ന് ടെക്നോളജിയെ വരുതിയിൽ നിർത്തി ശ്രീ പളനിയുടെ നേതൃത്വത്തിൽ ചെന്നൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ചെന്നൈ പബ്ലിഷിംഗ് സർവീസ് ഈ പുസ്തകം മനോഹരമായി ചിട്ടപ്പെടുത്തി തന്നു. ഈ ഹൃദയാർപ്പണം എന്ന ബുക്ക് ഇപ്പോൾ ശൂരനാട് കുഞ്ഞൻപിള്ളை .org എന്ന ഇത് അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റാണ്. ഈ വെബ്സൈറ്റിൽ നിന്ന് ലളിതവും ഭദ്രവും സുഗമവുമായ രീതിയിൽ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അതായത് നമ്മൾ ഈ വെബ്സൈറ്റിൻ്റെ ഫസ്റ്റ് ഫേസിങ് എൻട്രി പേജിൽ തന്നെ ആ പുസ്തകം ഇട്ടിട്ട്, ഇനി ഓരോ ഇ ബുക്കും പ്രസിദ്ധീകരിച്ച് വരുന്ന മുറയ്ക്ക് അവിടെ ആ ഓരോ ബുക്കുകളും ഉണ്ടാകുന്നതായിരിക്കും. അത് നമ്മൾ ക്ലിക്ക് ചെയ്താൽ അത് ആ ബൈയിങ് പേജിലേക്ക് പോകും, പർച്ചേസ് പേജിലേക്ക് പോകും. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ സാധാരണ ഏത് ഇ കോമേഴ്സ് പ്രോഡക്റ്റും വാങ്ങിക്കുന്ന പോലെ തന്നെ അതെല്ലാം ഫില്ല് ചെയ്ത് പൈസയും പേ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ രജിസ്റ്റേർഡ് ഇമെയിൽ, നമ്മൾ എന്ത് ഇമെയിൽ ഐ ഡി ആണോ കൊടുത്തിരിക്കുന്നത് ആ ഇമെയിൽ ഐ ഡിയിലേക്ക് അത് വരികയും നമുക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കുകയും ചെയ്യാം. ഇത് ഇ പബ് എന്നുള്ള ഫോർമാറ്റിലാണ് അവർ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഏത് ഇ റീഡറിൽ വേണമെങ്കിലും അത് വായിക്കാം. ഇത് മൈക്രോസോഫ്റ്റിൻ്റെ തന്നെ ഏതും അവർക്ക് ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. ഇ റീഡർ ഇതിനു വേണ്ടി വാങ്ങിക്കണമെന്നില്ല, നമുക്ക് ഫ്രീ സോഫ്റ്റ്വെയർ ഉണ്ട്, അത് ഉപയോഗിച്ച് വായിക്കാവുന്നതാണ്. അതെല്ലാം ഫില്ലപ്പ് ചെയ്ത് കൊടുക്കണമെന്നേ ഉള്ളൂ. ഇനി അദ്ദേഹത്തിൻ്റെ മറ്റ് പുസ്തകങ്ങളും ഈ ബുക്കുകളാക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ഈ സംരംഭത്തിൽ ഞങ്ങളോടൊപ്പം നിൽക്കുന്ന എല്ലാവരെയും, പ്രത്യേകിച്ച് ശൂരനാട് കുഞ്ഞൻപിള്ളை .org എന്ന വെബ്സൈറ്റ് ഭംഗിയായി ഡിസൈൻ ചെയ്ത് പരിപാലിച്ചു പോരുന്ന നവീൻ രാമകൃഷ്ണൻ, സന്ധ്യ നവീൻ, പിന്നെ നെറ്റ് ഇന്ത്യ എന്ന അവരുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിലെ എല്ലാ പ്രവർത്തകരെയും നന്ദിപൂർവ്വം സ്മരിക്കുന്നു. ഇവിടെ നവീൻ രാമകൃഷ്ണനും സന്ധ്യയും ഇവിടെ വന്നിട്ടുണ്ട്. സന്ദർഭവശാൽ നവീൻ നമ്മുടെ ഓൾ ഇന്ത്യ റേഡിയോയിൽ ഒരു കാലത്ത് നിറസാന്നിധ്യമായിരുന്ന മള്ളൂർ രാമകൃഷ്ണൻ സാറിൻ്റെ മകനാണ്. ഞങ്ങളുടെ നെയ്ബർ എന്നുള്ള ഞങ്ങളുടെ കുടുംബാംഗം തന്നെയാണ്. എല്ലാ കാര്യത്തിനും ഞങ്ങളോട് സഹകരിച്ച് നിൽക്കുന്നു. ഈ വെബ്സൈറ്റ് നോക്കുന്നത് മുഴുവൻ അവരാണ്. പിന്നെ ഈ ബുക്ക് ഡിസൈൻ ചെയ്യാനും പിന്നെ അതിൻ്റെ ഫോമാറ്റ് മാറ്റാനും അതിൻ്റെ ടെക്നോളജി മുഴുവൻ ചെയ്തു തന്നത് ചെന്നൈ ആസ്ഥാനമായിട്ടുള്ള ചെന്നൈ പബ്ലിഷിംഗ് കമ്പനിയാണ്. അവർക്ക് അപ്പൂപ്പൻ്റെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഞങ്ങൾ എവിടെ അപ്രോച്ച് ചെയ്താലും അവിടെ എല്ലാം ഞങ്ങൾക്ക് ശുഭമായിട്ടേ കലാശിച്ചിട്ടുള്ളൂ. ഇവിടെ ചെന്നൈ ഇവർക്ക് ഭാഷ പോലും അറിഞ്ഞുകൂടാ, എങ്കിലും അവർ വളരെ പ്രയാസപ്പെട്ട് പ്രത്യേകിച്ച് ഈ പഴയ പുസ്തകങ്ങളിനെ ഡിജിറ്റലാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ എന്തിന് ഞങ്ങൾ ഇതിനെ ഡിജിറ്റൈസ് ചെയ്യണു എന്ന് ചോദിച്ചാൽ,
ഇപ്പം ഞങ്ങൾ ആരും തന്നെ എല്ലാവരും ഒരുമിച്ച് ഇവിടെ തിരുവനന്തപുരത്ത് ഇല്ല. പലരും ലോകത്തിൻ്റെ തന്നെ പല പല ഭാഗങ്ങളിലാണ് ഇരിക്കുന്നത്. പക്ഷേ ഇത് ഇലക്ട്രോണിക് വേർഷൻ ആയതുകൊണ്ട് മാത്രം എവിടെ ഇരുന്ന് വേണമെങ്കിലും അതിൻ്റെ പ്രൂഫ് റീഡ് ചെയ്യാനും അല്ലെങ്കിൽ ഈ പബ്ലിഷേഴ്സുമായിട്ട് സമ്പർക്കം പുലർത്താനും ഒക്കെ അനായാസം സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് പ്രാക്ടിക്കലായിട്ട് ഇന്നത്തെ കാലത്ത് നടക്കുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് ഞങ്ങളുടെ പ്രധാന ഉദ്ദേശം അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ ലഭ്യമാകണം എന്നാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ ഫൗണ്ടേഷൻ്റെ പല തുടക്കത്തിൽ ഞങ്ങൾ ഈ ഇവിടുത്തെയുള്ള യൂണിവേഴ്സിറ്റികൾ പല സ്റ്റുഡൻസ്, റിസർച്ചേഴ്സ്, ടീച്ചേഴ്സ് ഇവരൊക്കെയായിട്ട് സംസാരിച്ചെന്ന് മനസ്സിലായത് മലയാളം, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ മലയാളം വിഭാഗത്തിനാണ് വേണ്ടത്. അവിടെ ഒന്നും ഒരു ബുക്കും ലഭ്യമല്ല. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് 2012 പബ്ലിക്കേഷൻ നിർത്തി. അവർക്ക് കൊടുത്തിരുന്നതാണ് ഉണ്ണുനീലി സന്ദേശവും ലീലാതിലകവും. ഇതിൻ്റെയൊക്കെ കോപ്പി പബ്ലിഷിംഗ് റൈറ്റ് അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ പോയി അവരോട് സംസാരിച്ചു. അവർക്ക് പബ്ലിഷ് ചെയ്യാനൊന്നും തൽക്കാലം ഉദ്ദേശമില്ല. അപ്പോൾ അതൊന്നും ഇല്ല, അതൊന്നും അവൈലബിളേ അല്ല. കുട്ടികൾ പലരും ഫോട്ടോസ്റ്റാറ്റ് എടുത്തും അല്ലെങ്കിൽ പഴയ കുട്ടികളുടെ ബുക്കും ഒക്കെ വെച്ചിട്ടാണ് പഠിക്കുന്നത്. ഇപ്പോൾ സിലബസിലുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. പക്ഷെ അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അതുകൊണ്ട് തന്നെ ഫൗണ്ടേഷൻ്റെ മുന്നിലുള്ളത് അപ്പോൾ ശൂരനാട് കുഞ്ഞൻപിള്ള എന്നൊരാളെ ആർക്കും ഓർമ്മിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ അവൈലബിൾ അല്ല. അതുകൊണ്ട് ഏത് വേർഷനാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും ഉചിതം എന്ന് ആലോചിച്ചപ്പോൾ ഡിജിറ്റൽ വേർഷൻസ് ആണ് നല്ലത് എന്ന് തോന്നി. എന്തായാലും ഇതൊരു സംയുക്ത ശ്രമമാണ്. പ്രിൻ്റിൽ നിന്ന് ഡിജിറ്റലിലേക്കുള്ള രൂപമാറ്റം സാക്ഷാത്കരിക്കുന്നതിൽ ഞങ്ങളോടൊപ്പം സഹകരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. പൈതൃക സമ്പത്തിനോടുള്ള ആദരവിൽ വേരൂന്നിയതാണ് ഞങ്ങളുടെ എല്ലാ ശ്രമങ്ങളും. അത് വരും തലമുറകൾക്കായി കാത്തു സൂക്ഷിക്കേണ്ടതാണ്. ഇങ്ങനൊരു സംരംഭം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതിൽ ഞങ്ങൾ കൃതാർത്ഥനുമാണ്. ഇനി അഥവാ ഒണക്കു സാറ് പറഞ്ഞതുപോലെ ഏതെങ്കിലും പുസ്തകങ്ങൾ ഒരു നിശ്ചിത അളവിൽ ആർക്കെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ ഈ പ്രിൻ്റ് ഓൺ ഡിമാൻഡ് എന്നുള്ള ഒരു കാര്യം കണക്കിലെടുക്കാവുന്നതാണ്. പക്ഷേ അതിനു മുമ്പ് ഈ ഒരു രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ ഈ പുസ്തകങ്ങൾക്കൊരു ശാശ്വതമായ ഒരു സ്വഭാവം വരും എന്നുള്ളതുകൊണ്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഞങ്ങളുടെ സംരംഭം. നന്ദി, നമസ്കാരം.